മഹബത്തിന് അളവ് പോലും വെക്കാൻ നമുക്ക് സാധിക്കൂല. മുഅ്മിനീങ്ങളെ സ്വഹാബത്ത് അങ്ങനെ കാണിച്ചത്. എന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തിരിച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നില്ലേ ബിലാൽ, എൻ്റെ ഖബറിന്റെ ചാരത്ത് വരുന്നില്ലേ, ഹുജ്റത്തു ശരീഫയുടെ ചാരത്ത് നിങ്ങൾ വരുന്നില്ലേ? മുത്തുനബി തങ്ങൾ സ്വപ്നത്തിൽ വന്ന് പ്രത്യേകമായി പറഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മദീന ലക്ഷ്യമാക്കിയിട്ട് താമസിക്കാനല്ല, മുത്തുനബി തങ്ങളുടെ ഖബർ ശരീഫ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു മടങ്ങിയൊരു വരവുണ്ട്. ആ വരവിലാണ് സ്വഹാബത്ത് ഒപ്പം കൂടിയത്, മുത്തുനബി തങ്ങളുടെ പേരക്കുട്ടികളൊപ്പം കൂടിയത്. പലരും നിർബന്ധിച്ച്, ബിലാലെ ഞങ്ങൾക്ക് കേൾക്കണം, അന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ള സമയത്ത് തങ്ങൾ കൊടുത്തൊരു വാങ്ങി ഞങ്ങൾക്ക് കേൾക്കണം. ആ വാങ്ങി കേട്ടിട്ട് മുത്തുനബിയുടെ ഉള്ള ഒരു മദീന ഞങ്ങളെ മനസ്സിൽ വരണം. ഈ ഭൂമിയുടെ പുറത്ത് ഹബീബായ തങ്ങൾ ഉണ്ട് എന്നത് ഞങ്ങളെ മനസ്സിൽ നിങ്ങളെ വാങ്ങി കേൾക്കുമ്പോ, അല്ലാഹ് നിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സമയത്തല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു വാങ്ങി കേട്ട് നിങ്ങൾ കൊടുക്കുവോ ബിലാലെ, ഒന്ന് കൊടുക്കുവോ ബിലാൽ എന്ന് ചോദിച്ചപ്പോ പല സ്വഹാബികളുടെ ആജ്ഞയും അവരുടെ അപേക്ഷയും തള്ളിക്കളഞ്ഞു. പക്ഷേ ചിലർ ഇടപെട്ടു. അത് മുത്തുനബി തങ്ങളെ പേരമക്കളാ, ഉമർ ഖത്താബാണെന്ന് ഭരണം വഹിക്കുന്നതെന്നാണ് എന്റെ ഓർമ്മ. ആ തങ്ങളും പറഞ്ഞു, ഈ പേരക്കുട്ടിയാണ് ഇവരെ ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഒരു വാങ്ങു കൊടുത്തൂടെ? വാങ്ങു കൊടുത്തു. സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വാങ്ങു കൊടുത്തു. നമുക്കറിയാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് രണ്ട് വട്ടം അങ്ങ് പറഞ്ഞ് അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞപ്പോഴേക്ക് ബിലാൽ തങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒലിച്ചിറങ്ങുകയും ആ വാങ്ങ് പൂർത്തീകരിക്കാൻ കഴിയാതെ അവിടെ അങ്ങ് കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നിട്ട് വാങ്ങ് പൂർത്തീകരിക്കാൻ മറ്റൊരാൾ ഇടപെടേണ്ടി വരികയും, ബിലാൽ തങ്ങൾ എന്നെ കൊണ്ടാവില്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേർപാടിന് ശേഷം എനിക്ക് വാങ്ങു കൊടുത്ത് പൂർത്തീകരിക്കാൻ സാധ്യമല്ല സ്വഹാബത്തെ എന്ന് പറഞ്ഞിട്ട് പിൻവാങ്ങിയതും മഹബ്ബത്തുൻ നബിയുടെ അടയാളമാണ്. അതിന്റെ പേരും ഹുബ്ബുൻ നബി എന്ന് തന്നെയാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇതെനിക്ക് ഓർമ്മ വന്നുപോയി, അവിടെയാണ് അടയാളപ്പെടുത്തുന്നത്. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരു നോക്ക് കണ്ട് സ്വഹാബിയാവാൻ ഭാഗ്യം ലഭിക്കാത്തൊരു മഹാനാണ്, പ്രിയ മഹാനാണ്. പക്ഷേ നബിതങ്ങളെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് സ്വഹാബിയല്ല. ആ സ്വഹാബിയ ബഹുമാനപ്പെട്ട ആ ഉവൈസുൽ ഖർനിനെ ഉമറെ നിങ്ങൾ കാണും കേട്ടോ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയും, സ്വഹാബിയാകുന്ന അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ ഉവൈസുൽ ഖർനിയെ കണ്ടാൽ ഉവൈസിനോട് ദുആ അർപ്പിക്കാൻ മറക്കരുതേ ഉമറെ എന്ന് ഹബീബായ റസൂലുള്ളാഹി പറയുന്നു. മുഅ്മിനീങ്ങളെ, ഉമറിലില്ലാത്ത പ്രത്യേകത ഉവൈസുൽ ഖർനിക്കില്ല റളിയല്ലാഹു അൻഹു. പിന്നെ എന്താ അവിടെ അടയാളപ്പെടുത്തിയത്? കാണാൻ വേണ്ടി മദീനയിൽ പലപ്പോഴും വരുന്ന സമയത്ത് മുത്തുനബി തങ്ങളില്ലാതെ ഉമ്മാന് അനുവദിക്കപ്പെട്ട സമയം അങ്ങ് കഴിയുമ്പോ പെർമിറ്റ് തീരുമ്പോ തിരിച്ചു പോകുന്ന ഉവൈസുൽ ഖർനിക്ക് മുത്തുനബി തങ്ങൾ കൊടുത്ത ഒരു മനസ്സിലുള്ള ഇടമാണ്, എന്റെ ഉവൈസിനെ ഞാൻ കാണൂല, നിങ്ങൾ കാണും കേട്ടോ ഹബീബായ റസൂലുള്ളാഹി. വരും നാളുകളിൽ നടക്കുന്ന വിഷയങ്ങളെ മുൻകൂട്ടി സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത വഴി പറയുക എന്നുള്ളത് അൻബിയാക്കൾക്ക് എപ്പോഴെങ്കിലും ഒരു സംഗതിയല്ല. അത് അല്ലാഹു അവർക്ക് മുഅ്ജിസത്തായി കാണിച്ചു കൊടുക്കുന്ന സംഗതിയാണ്. അത് ആവശ്യം വന്നപ്പോൾ ഓർമ്മപ്പെടുത്തി, നിങ്ങളടുത്ത് വരും, നിങ്ങൾ കാണും നിങ്ങൾ ആർപ്പിക്കാൻ മറക്കരുത്. ബഹുമാനപ്പെട്ട പിൽക്കാലത്ത് നടക്കുകയും ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി തങ്ങളെ കാണുകയും, നിങ്ങളെല്ലാം ഇന്ന നാട്ടുകാരൻ അടയാളം പോലും മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്തു. ജീവിതത്തിൽ ഒരു തവണ മുത്തുനബി തങ്ങൾ നേരിട്ട് ഉവൈസ് റളിയല്ലാഹു കണ്ടിട്ടില്ല, പക്ഷെ പറഞ്ഞെടുത്തു, അടയാളം വെച്ച് ചോദിച്ചു, കെട്ടിപ്പിടിച്ചു, ആലിംഗനം നടത്തി, ചുംബനം നടത്തി, നിങ്ങൾ ദ്വാരക്കട്ടോ ഞാൻ ഉമറാന്ന് പറഞ്ഞപ്പോ തിരിച്ചു ദുആ എനിക്കല്ലേ വേണ്ടത്, നിങ്ങൾ മുത്തുനബിയെ കണ്ടവരല്ലേ, സ്വഹാബത്തല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ വസിയത്ത് ചെയ്തത് സ്നേഹത്തിന്റെ അടയാളപ്പെടുത്തലാണ്. അല്ലാഹുവേ